പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 11 സമയം 4:40. ഞാൻ ഇപ്പോൾ ഉള്ളത് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മളെ ചില മീഡിയകളുടെയൊക്കെ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഡൽഹി എയർപോർട്ടൊക്കെ പൊളിഞ്ഞ് ആകെ പോയി, ഇന്ത്യൻ്റെ ഒരു ഭാഗം ആകെ പാകിസ്ഥാൻ കൊണ്ടുപോയി എന്നുള്ള രൂപത്തിലാണ് മീഡിയയിലെ ചർച്ചകൾ വരുന്നത്. ഡൽഹി എയർപോർട്ടിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യാതൊരു പ്രശ്നമില്ല. ഞാൻ ഇന്നലെ രാവിലെയാണ് ഇവിടെ എത്തുന്നത്, അപ്പോഴും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഈ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. 4:40 സമയം. ഇന്ന് മെയ് 11 2025. മീഡിയ കണ്ടല്ലോ ഒരൊറ്റ തള്ളലാണ്. ഞാൻ തള്ളി മറിച്ചുകൊണ്ട് നമ്മളെന്ത് പാകിസ്ഥാനക്ക് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. മീഡിയയിൽ എന്തിനാണ് വെറുതെ ഇങ്ങനെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ ഭീതിയിലാക്കുന്നത്? പ്രിയപ്പെട്ട മീഡിയക്കാരെങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിലും ആഗ്രയിലും കാശ്മീരും പഞ്ചാബിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ, രാജസ്ഥാൻ ഉൾപ്പെടെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഭയങ്കര പ്രതീക്ഷയോടുകൂടി പൊന്നുപോലെ നോക്കിയിട്ടുണ്ടായിരുന്ന മക്കളെയാണ് വിദ്യാഭ്യാസ ആവശ്യത്തിനും ജോലി ആവശ്യത്തിനൊക്കെ മാതാപിതാക്കൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള മീഡിയകളുടെ നിങ്ങളുടെ TRP കൂട്ടാനും ബാക്കി സാധനങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഇത്തരത്തിലുള്ള ന്യൂസുകൾ പടച്ചു വിടുന്നതിന് മുന്നേ ജസ്റ്റ് അതിൻ്റെ ഫാക്ച്വൽ ഇൻഫർമേഷൻസ് ജസ്റ്റ് ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുക. ഓക്കെ? അപ്പോൾ ജേർണലിസ്റ്റിൻ്റെ എത്തിക്സിൻ്റെ ഭാഗം ഒന്നുമല്ല. നിങ്ങൾ വെറുതെ നുണ പറഞ്ഞുകൊണ്ട് ഇതായില്ലേ. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നല്ല സോഴ്സുകളിൽ നിന്ന് എടുക്കുക, അല്ലാതെ പഴയ ഗാസൻ്റെയും അല്ലെങ്കിൽ പഴയ എന്തെങ്കിലുമൊക്കെ ഓൾഡ് വിഷ്വൽസ് എടുത്തുകൊണ്ട് വെറുതെ ആളുകളെ പറ്റിക്കില്ലേ. അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ നമ്മളുണ്ട്, ഇവിടെ സേഫാണ്. ഓക്കെ?